ശ്രീ സജു ടി എസ് എന്ന സഞ്ജു ടെക്കി എന്ന പേരിൽ അറിയപ്പെടുന്ന ബ്ലോഗർ വാഹനത്തിനകത്ത് കാറിനകത്ത് താൽക്കാലിക സ്വിമ്മിംഗ് പൂൾ ഉണ്ടാക്കി അത് പൊതുനിരത്തിലൂടെ ഓടിച്ചതുമായി ബന്ധപ്പെട്ട് മോട്ടോർ വാഹന വകുപ്പിൻ്റെ ശ്രദ്ധയിൽപ്പെടുകയും അതിനെതിരെ നിയമപരമായ എല്ലാ നടപടികളും സ്വീകരിക്കുകയുണ്ടായിട്ടുണ്ട്. ഇത് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ശ്രദ്ധയിൽപ്പെടുകയും ബഹുമാനപ്പെട്ട ഹൈക്കോടതി സുമോട്ടോ ഇത് സംബന്ധിച്ച കേസ് എടുക്കുകയും ചെയ്തിട്ടുണ്ട്. ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ നിന്ന് കർശനമായ നിർദ്ദേശമാണ് ലഭിച്ചിരിക്കുന്നത്. ഇതുപോലെയുള്ള ബ്ലോഗർമാർക്കെതിരെ വണ്ടിയിൽ ഓൾട്രേഷൻ നടത്തുക, അപകടകരമായ വാഹനം ഉപയോഗിക്കുക, മോട്ടോർ വാഹന നിയമങ്ങളെ ലംഘിച്ചുകൊണ്ടുള്ള ഇത്തരം ബ്ലോഗർമാരുടെ നടപടികൾക്കെതിരെ കർശനമായ നടപടി സ്വീകരിക്കണമെന്നാണ് ബഹുമാനപ്പെട്ട കേരള ഗതാഗത വകുപ്പ് മന്ത്രിയുടെയും നിർദ്ദേശം. ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെയും ബഹുമാനപ്പെട്ട കേരള ഗതാഗത വകുപ്പ് മന്ത്രിയുടെയും കർശനമായ നിർദ്ദേശങ്ങൾ അനുസരിച്ച് സഞ്ജു ടി എസ് എന്ന ബ്ലോഗർ തൻ്റെ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്തിരിക്കുന്ന വീഡിയോകളെല്ലാം പരിശോധിക്കുന്നതിന് ഒരു ടീമിനെ ഞാൻ നിയമിച്ച് ആ ടീം ഈ പറയുന്ന എല്ലാ വീഡിയോസും തന്നെ പരിശോധിച്ചു. പല വീഡിയോസിലും ഏതാണ്ട് 10-12ഓളം വീഡിയോസിൽ വളരെ ഗുരുതരമായ മോട്ടോർ വാഹന നിയമലംഘനങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. പരിശോധിച്ചതിൽ നിന്ന് മോട്ടോർ വാഹന നിയമലംഘനങ്ങൾ നടത്തി ഇത്തരം ബ്ലോഗർമാർ നടപടി ഉണ്ടാവാതിരിക്കാൻ, ഇതുപോലുള്ള നിയമലംഘനങ്ങൾ ഉണ്ടായിരിക്കാൻ വേണ്ടി ശ്രീ സജു ടി എസിൻ്റെ ലൈസൻസ് റദ്ദാക്കിയിരിക്കുകയാണ്. ഇനി ഈ ലൈസൻസ് ഉപയോഗിച്ചുകൊണ്ട് വണ്ടി ഓടിക്കാൻ ശ്രീ സജു ടി എസിന് കഴിയില്ല. മോട്ടോർ വാഹന നിയമം അനുസരിച്ച് സസ്പെൻഷനായാലും ലൈസൻസ് റദ്ദാക്കിയതായാലും അപ്പീലിനുള്ള പ്രൊവിഷനുണ്ട്. ഡെപ്യൂട്ടി ട്രാൻസ്പോർട്ട് കമ്മീഷണർ തിരുവനന്തപുരം അദ്ദേഹത്തിന് അപ്പീൽ 30 ദിവസത്തിനുള്ളിൽ നൽകാവുന്നതാണ്. കർശന നടപടി തന്നെയാണ് എടുത്തിരിക്കുന്നത്. മോട്ടോർ വാഹന നിയമപ്രകാരമുള്ള പരമാവധി ശിക്ഷയാണ് ഡ്രൈവിംഗ് ലൈസൻസ് റദ്ദാക്കുക എന്നുള്ളത്. ഡ്രൈവിംഗ് ലൈസൻസ് റദ്ദാക്കിയിരിക്കുന്നു.